വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊള്ളട്ടെ. विश्वास का कर्ता यीशु की ओर हम अपना ध्यान को लगाएंगे. ഹല്ലേലൂയ. ഒന്നുകൂടി ആ വാക്യം ആവർത്തിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊള്ളട്ടെ. और विश्वास के कर्ता और सिद्ध करने वाले यीशु की ओर हम ताकते हैं. യേശുവിനെ നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. यीशु की ओर जो भी ताकता है वो कभी लज्जित नहीं होता. യേശുവിനെ നോക്കുന്നവരാരും മുടിഞ്ഞു പോയിട്ടില്ല. यीशु की ओर जो भी ताकता है वो कभी पराजित नहीं होता. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകൻ യേശുവാണെങ്കിൽ ആ നായകൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ചെയ്യും. अगर आपका विश्वास का नींव परमेश्वर यीशु मसीह है तो आपके जीवन में बहुत से बड़े अद्भुत काम करने के योग्य है. അതുകൊണ്ടാണ് എബ്രായലേഖനം പറയുന്നു വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. इसलिए इब्रानियों की पत्री में हम पढ़ते हैं विश्वास का कर्ता परमेश्वर है. ലോകത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. दुनिया में कई तरह के विश्वास पाए जाते हैं. ഒത്തിരി വിശ്വാസങ്ങൾ അടങ്ങിയ ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ये जो भारत है वहाँ पे बहुत अनेक टाइप के विश्वास पाए जाते हैं. ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. यहाँ पे जीवित परमेश्वर आजीवित परमेश्वर सबकी आराधना की जाती है. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിശ്വാസമാണ് യേശുവിലുള്ള വിശ്വാസം. पर उन सबसे अलग एक अलग विश्वास है वो है यीशु पर विश्वास. യേശുവിൽ വിശ്വസിക്കുന്നവന് ഒരു വലിയ അനുഗ്രഹമുണ്ട്. जो यीशु पे विश्वास करता है उसके जीवन में एक बहुत बड़ा अनुग्रह है. കാരണം യേശുവിൽ വിശ്വസിക്കുന്നവനെ യേശു ഒരിക്കലും കൈവിടുകയില്ല. क्योंकि यीशु पे जो विश्वास करता है यीशु उसका हाथ कभी नहीं छोड़ेगा. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകൻ ഒരുവനേ ഉള്ളൂ, അത് യേശു അത്രേ. इसलिए इब्रानियों की पत्री में पौलुस प्रेरित पौलुस इस प्रकार का कहता है विश्वास का केवल एक ही करता है वो है हमारा परमेश्वर यीशु. നിങ്ങളിൽ പലരും യേശുവിൽ വിശ്വസിക്കും മുമ്പേ മറ്റു പലതിനെയും വിശ്വസിച്ചവരാണ്. आप में से बहुत लोग जो यीशु में विश्वास आने से पहले बहुत से देवी देवताओं पे विश्वास करते होंगे. മൃഗത്തെ വിശ്വസിക്കുന്നവരുണ്ട്, മരത്തെ വിശ്വസിക്കുന്നവരുണ്ട്, മനുഷ്യനെ വിശ്വസിക്കുന്നവരുണ്ട്. बहुत से लोग इस दुनिया में पाए जाते हैं जो पेड़ पे विश्वास करते हैं, जो जानवरों पे विश्वास करते हैं और जो इंसानों पे विश्वास करते हैं. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിശ്വാസമാണ് യേശുവിലുള്ള വിശ്വാസം. पर उन सभी चीजों से अलग एक विश्वास है परमेश्वर यीशु पे विश्वास. യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. यीशु पे विश्वास में आने के बाद आप में से कितने लोग हैं जो जिनके जीवन में एक बहुत से अलग से बदलावट पाई है, वो सब अपने हाथों को उठा के एक जोर से हालेलुया बोले. ശരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമാക്കിയത് യേശുവിലുള്ള വിശ്വാസമാണ്. अगर सच्चाई से बताया जाए तो हमारे जीवन को एक स्वतंत्र रूप से परिवर्तन यीशु पे विश्वास पे आने के बाद ही हुआ है. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, क्योंकि परमेश्वर का वचन ऐसा कहता है നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് നാം പിശാചിന്റെ അടിമകളായിരുന്നു. हम यीशु पे विश्वास पे आने से पहले हम शैतान के अधीन में थे. നാം പിശാചിന്റെ മക്കളായിരുന്നു. हम शैतान के बच्चे कहलाते थे. നാം ദുഷ്ടന്മാരും ദുർനടപ്പുകാരുമായിരുന്നു. हम दुष्ट लोग और गलत राहों पे चलने वाले लोग थे. നാം ബുദ്ധിയില്ലാത്തവരായിരുന്നു. हमें कोई बुद्धि नहीं थी. നാം ഇരുട്ടിനകത്തായിരുന്നു. हम अंधेरे में पाए जाते थे. നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ലായിരുന്നു. हम पे कोई अनुग्रह नहीं था. വാഗ്ദത്തങ്ങളില്ലായിരുന്നു. हमारे जीवन में कोई भी वाचाएं नहीं थी. യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ पर जब हम यीशु पे विश्वास में आए നമ്മൾ സ്വാതന്ത്ര്യമായി. हमारे जीवन में एक स्वतंत्रता प्राप्त किया. നാം വെളിച്ചത്തിനകത്ത് വന്നു. हम एक उजाला में पाए गए. നാം വാഗ്ദത്തങ്ങളിൽ വന്നു. हमारे जीवन में परमेश्वर ने वाचाएं बांधी. നമുക്ക് സമാധാനം കിട്ടി തുടങ്ങി. हमारे जीवन में परमेश्वर ने शांति दी. നമുക്ക് വലിയ സന്തോഷം കിട്ടി തുടങ്ങി. हमारे जीवन में परमेश्वर ने एक बहुत अच्छी खुशी ആ दी. സന്തോഷമാണ് ദൈവിക സന്തോഷം. और वो खुशी है परमेश्वर की खुशी. ആ സന്തോഷമാണ് ദൈവിക സമാധാനം. और वो खुशी है परमेश्वर की शांति. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. और वो जो हमारे जीवन में अनुभव कर रहे हैं वो सारे परमेश्वर के लोगों के लिए मैं प्रार्थना करता हूँ. പൗലോസ് പറയുന്നു, पौलुस कहता है യേശുവിൽ വിശ്വസിക്കണം. परमेश्वर पे विश्वास करो. അവനത്ര വിശ്വാസത്തിന്റെ നായകൻ. वही हमारा जीवन का विश्वास का करता है. ഹല്ലേലൂയ. हालेलुया. യോഹന്നാന്റെ സുവിശേഷം यूहन्ना की पत्री അതിന്റെ 14-ാം അധ്യായം, उसका 14 अध्याय യോഹന്നാൻ 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. उसका पहला पद, तुम्हारा मन व्याकुल ना हो, तुम परमेश्वर पर विश्वास रखते हो, मुझ पर भी विश्वास रखो. ഹല്ലേലൂയ. हालेलुया. വചനം ഇങ്ങനെ പറയുന്നു,
परमेश्वर का वचन ऐसा कहता है, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. तुम्हारा मन व्याकुल ना हो, ദൈവത്തിൽ വിശ്വസിപ്പീൻ, तुम परमेश्वर पर विश्वास रखो, എന്നിലും വിശ്വസിപ്പീൻ. तो मुझ पर भी विश्वास रखो। എന്നിൽ വിശ്വസിക്കാൻ പറയുന്നത് मुझ पर विश्वास रखो कहने का യേശു तात्पर्य വിശ്വസിക്കണം, यीशु पे विश्वास करना, യേശുവിൽ വിശ്വസിക്കണം. यीशु पे विश्वास करना। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കർത്തൃത്വമുണ്ട്. जब परमेश्वर पे विश्वास, यीशु पे विश्वास करते हैं, उस परमेश्वर की छवि आप पे पाई जाती है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കണം. तो जब मुझ पर विश्वास रखो कहा जाता है, उसका मतलब है यीशु पे विश्वास रखो। എബ്രായർ 12-ാം അധ്യായത്തിൽ പറയുന്നു യേശുവിൽ വിശ്വസിക്കണം. इब्रानियों की पत्री 12वां वचन में ये कहता है यीशु पे विश्वास रखो। വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. विश्वास का कर्ता और सिद्ध करने वाला यीशु है। എന്നാൽ 11-ാം അധ്യായം, पर जब उसका 11वां अध्याय, 11-ാം അധ്യായം जब उसका 11वां अध्याय पे जाते 1 हैं, മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ 1 से 40 पद तक जब हम पढ़ते हैं, യേശുവിൽ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ വന്ന വിടുതലുകളാണ്. उसमें हम ये देखते हैं कि यीशु पे जिसने भी विश्वास किया है, उसके हालेलुया। जीवन में क्या बदलावट परमेश्वर ने की है। ഹല്ലേലൂയ. हालेलुया। ടൈം പാസിനല്ല നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നത്. एक टाइम पास के लिए हम लोग यहाँ पे नहीं आए हैं, നമ്മൾ അത് ധൈര്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൂടിയാണ് നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നത്. हमको परमेश्वर पे एक धैर्य के साथ विश्वास रखना चाहिए। 11-ാം അധ്യായം യേശുവിൽ വിശ്വസിച്ചവരുടെ ജീവിതത്തിലുണ്ടായ വിടുതലുകളാണ്. जब 11वां अध्याय को हम अगर 1 से लेकर 40 तक पढ़ेंगे, तो परमेश्वर ने कैसे तरह से उन लोगों के जीवन में जो जो अद्भुत काम किए हैं, वो सब हमको वहाँ पे वर्णन किया जाता है। എബ്രായർ 11-ന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. अगर हम 11वां का 5वां पद पढ़ते हैं, अगर कोई नेपाली में पढ़ना चाहे, इब्रानी 11 का 5। എബ്രായർ 11-ന്റെ 5. ജീസസ്. विश्वास द्वारा मृत्यु नचाकी हनक स्वर्गमा उठाइ लगिएर വാ. तिनी कतै फेला परेनन्, किनकि परमेश्वरले तिनलाई लानु भएको थियो। तिनी उठाइ लगिनु भन्दा अघि परमेश्वरलाई तिनले प्रसन्न पारेका कुराको पुष्टि भएको थियो। ഹല്ലേലൂയ. കരമുയർത്തി സ്വന്തം പറഞ്ഞാട്ടെ. अपने हाथों को उठा के एक जोर से हालेलुया कहेंगे। ദൈവത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ഹാനോക്ക്. परमेश्वर में विश्वास किया एक मनुष्य है हानोक। ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ जब उसने परमेश्वर यीशु पे विश्वास किया, ഹാനോക്കിന് എന്ത് വിടുതലാണ് കിട്ടിയത്? ये उसके जीवन में क्या बदलावट आई है। നമ്മൾ പലപ്പോഴും യേശുവിനെ വിശ്വസിക്കുന്നത് जब हम लोग कई बार यीशु पे इसलिए विश्वास करते हैं, ചില ഭൗതിക വിടുതലിന് വേണ്ടിയിട്ടാണ്, कुछ सांसारिक छुटकारे के लिए हम यीशु पे विश्वास करते ചില हैं, താൽക്കാലിക വിടുതലിന് വേണ്ടിയിട്ടാണ്. कोई क्षण भर के छुटकारे के लिए हम यीशु पे विश्वास करते हैं। ഹാനോക്ക് വിശ്വസിച്ചത് परंतु हानोक ने यीशु पे विश्वास किया ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. कि वो ये परमेश्वर पे प्रसन्न कर पाए। ദൈവത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം परमेश्वर में पाई जाने वाली सबसे बड़ी खुशी അവരിൽ വിശ്വസിക്കുമ്പോഴാണ്. उस पे विश्वास करने पे है। വിശ്വസിക്കുന്നവന്റെ കൂടെ യേശുവുണ്ട്. जो विश्वास करता है उसके साथ परमेश्वर है। ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. हानोक यीशु पे विश्वास किया, അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? इसलिए क्या वहाँ पे हुआ? ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. वो बिना मृत्यु को देखे हुए स्वर्गलोक उठाया गया। മരണത്തിന് അവനെ തൊടാൻ കഴിഞ്ഞില്ല. मृत्यु को उस पे जय नहीं पाई। അങ്ങനെയെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. तो इसलिए आपको उस पे विश्वास करना है। ശരിയായി വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് മരണത്തിന് പോലും തൊടാൻ പേടിയായിരിക്കും. जो सच्चाई से विश्वास करता है परमेश्वर पे, उसके जीवन पे मृत्यु का तक कोई बल नहीं पाएगा। അവിടെ പറഞ്ഞ വിശ്വാസത്തോടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. वहाँ ऐसा लिखा गया है, विश्वास से ही हानोक उठा लिया गया। ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21 വാക്യങ്ങൾ വായിച്ചാൽ जब उत्पत्ति की किताब में हम 5वां अध्याय उसका 21 से अगर हम पढ़ते हैं, 23-24 വാക്യങ്ങൾ 23 और 24 को जब हम पढ़ते हैं, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. और हानोक का कुल अवस्था 365 वर्ष की हुई, और हानोक परमेश्वर के साथ साथ चलता था, फिर वह लोप हो गया क्योंकि परमेश्वर ने उसे उठा लिया। ഹല്ലേലൂയ പറഞ്ഞാട്ടെ കരമുയർത്തി. हालेलुया बोलेंगे अपने हाथों को उठाकर। हालेलुया। ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. हानोक परमेश्वर पे विश्वास किया, ആ വിശ്വാസത്തോടെ അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. उस विश्वास के साथ उसने 365 वर्ष की आयु निभाई, 365 സംവത്സരം നടന്നു.
जब 365 वर्ष उसने अपने जीवन काल की निभाई, നമുക്ക് ഒരാഴ്ച നടക്കാൻ പറ്റത്തില്ല. हम एक हफ्ता भी परमेश्वर के साथ उस विश्वास में नहीं എന്തിന് पाएगा। വിശ്വാസത്തോടെ 2 മണിക്കൂർ ചർച്ചിൽ നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല. हम पूरे विश्वास के साथ 2 घंटा भी चर्च में हम नहीं पाए जाते हैं। പക്ഷെ ഹാനോക്ക് നടന്നത് 1-2 വർഷമല്ല, पर हानोक 1 या 2 साल नहीं, 365 വർഷം നടന്നു ദൈവത്തോട് കൂടെ. 365 वर्ष हानोक परमेश्वर पे विश्वास के साथ चला। അപ്പൊ ദൈവം അവന് കൊടുത്തൊരു ഓഫർ ഉണ്ട്. तो परमेश्वर ने उस पे एक ऑफर दिया, മരണത്തിന് അവനെ വിട്ടുകൊടുത്തില്ല. तो मृत्यु उस पर जय नहीं पाएगी। ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ മേൽ മരണത്തിന് പോലും വരാൻ ഭയമായിരിക്കും. परमेश्वर पे विश्वास करने वाले लोगों पर यहाँ तक कि मृत्यु को भी आने में डर लगता है। ഹല്ലേലൂയ. हालेलुया। ഈ 5-ാം അധ്യായം ഭയങ്കര രസമാണ്. ये 5वां अध्याय बहुत अद्भुत है। ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? उत्पत्ति की किताब 5वां अध्याय आप लोग में से कितने लोग पढ़े हैं? എത്ര പേരാണ് വായിച്ചിട്ടുണ്ട് 5-ാം അധ്യായം? 5वां अध्याय कितने लोग पढ़े हैं? हाथ उठाएं। ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന് മുമ്പ് വായിച്ചുള്ള മാത്രം കരം ഉയർത്തിയാണ്. जो लोग 5वां अध्याय को पहले पढ़ चुके हैं वो लोग बस अपना हाथ उठाएंगे। ഹല്ലേലൂയ. हालेलुया। ശരിയാനത്തെ രസകരമായ ഒരു ദൂത് പറയാം. उसमें से एक मैं दूत बोलना चाहता ഈ हूँ। 5-ാം അധ്യായം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂസ് പേപ്പറിനകത്ത് മരണത്തിന്റെ ഒരു ഗോളം ഉണ്ടായിരിക്കും. अगर आप न्यूज़पेपर पढ़ते हैं उसमें एक कॉलम आता है, जो लोग ന്യൂസ് പേപ്പറിനകത്ത് ഇങ്ങനെ കുറെ പേജസ് ഉണ്ടായിരിക്കും. न्यूज़पेपर के अंदर बहुत सारे पेजेस पाए जाते അതിന്റെ हैं। ഒരു പേജിനകത്ത് മൊത്തം മരിച്ച ആൾക്കാരുടെ പേരായിരിക്കും. उसमें से जब आप एक पेज को देखते हो तो उस पे सिर्फ जितने लोग मारे गए हैं उनका पूरा। നിങ്ങളെ കണ്ടിട്ടുണ്ടോ? आप लोग में से कितने लोग देखे हैं? കണ്ടിട്ടുണ്ടോ? ഈ മരിച്ച ആൾക്കാരുടെ ഫോട്ടോയും പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിരിക്കും. ये जो जितने लोग पिछले हफ्ते या जो भी मरे हैं उन लोग अपने उनके घर वाले उनके फोटो को छापते हैं न्यूज़पेपर में। മിക്ക ആൾക്കാരും ആ പേപ്പർ ആ പേജ് കാണത്തില്ല. बहुत सारे लोग जितने लोग भी न्यूज़पेपर पढ़ते हैं उस पेज को नहीं पढ़ते। എന്നാൽ ഫസ്റ്റ് പേജിൽ വന്നിട്ട് ചില സ്വർണത്തിന്റെ വിലനിലവാരമായിരിക്കും കൊടുക്കുന്നത്. जो भी पेपर पढ़ता है वो पहले पेज से पढ़ना स्टार्ट करता है, जिसमें बहुत सारी ഏറ്റവും चीजें പുറകിലത്തെ പേജിൽ ആ ആഴ്ചത്തെ റിലീസ് ആകുമ്പോൾ സിനിമയുടെ പോസ്റ്റർ ആയിരിക്കും. सबसे आखिरी पेज में उस हफ्ते में जो रिलीज होने वाली है मूवी उसके बारे में लिखा रहता है। അതിന് മുമ്പത്തെ പേജിൽ സ്പോർട്സിന്റെ പേജായിരിക്കും. उससे पहले अगर आप पन्ना पलटोगे तो आपको खेल के बारे में പക്ഷേ लिखा जाता है। ഓഫറിനും സ്പോർട്സിനും ഇടയ്ക്ക് ഒരു പേജ് ഉണ്ട്, അതാണ് മരണത്തിന്റെ പേജ്. ये मूवी और स्पोर्ट्स के बीच में एक पेज है जिसमें लोग जितने लोग भी पिछले हफ्ते परमेश्वर में सोए गए हैं उनके बारे में छपा रहता है। ശരിക്കും അങ്ങനത്തെ ഒരു പേജാണ് 5-ാം അധ്യായം. वैसे ही प्रकार का एक पेज है उत्पत्ति का 5वां अध्याय। ചത്തവന്റെ പേര് മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. जितने लोग परमेश्वर में सोए गए हैं उन सारे लोगों के नाम इस अध्याय में लिखे ഞാൻ हैं। ഓരോന്നെടുത്ത് കാണിച്ചു തരാം. मैं एक एक निकाल के पढ़ के दिखाना നിങ്ങൾ കൂടെ चाहूँगा। സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. आप सब मेरे साथ सहयोग देंगे, मैं विश्वास करता हूँ। നിങ്ങളുടെ ഭാഷ എനിക്ക് അറിയത്തില്ല, എന്റെ ഭാഷ നിങ്ങൾക്കും അറിയത്തില്ല. आप लोगों को मेरा भाषा नहीं पता, ना ही मेरे को आपका भाषा पता है। നിങ്ങൾക്കൊരു ഭാഷ, എനിക്കൊരു ഭാഷ. आपको एक भाषा है, मेरी एक भाषा है। ഇതെല്ലാം കലക്കിയ ദൈവമാണ്. ये सभी को परमेश्वर ने ईजाद किया है। ഹല്ലേലൂയ. हालेलुया। പക്ഷേ നിങ്ങൾ ഹിന്ദി ആണെങ്കിൽ ഞാൻ മലയാളമാണ്. अगर आप हिंदी हो तो मैं मलयालम हूँ। नेपाली। നേപ്പാൾ. ഹല്ലേലൂയ. നിങ്ങൾ നേപ്പാളി ഭാഷയാണ്, ഞാൻ മലയാളി ഭാഷയാണ്. अगर आप नेपाली भाषा अच्छे से जानते हो तो मैं मलयालम अच्छे से जानता हूँ। രണ്ടിന്റെയും അവസാനം ഒരു ലീ കിടപ്പുണ്ട്. सब दोनों के आखिरी में एक लीक करके है। ഹല്ലേലൂയ. नेपाली നമുക്ക് मलयालम। എല്ലാവർക്കും ദൈവം ഒരു ഭാഷ തന്നിട്ടുണ്ട്, അത് അന്യഭാഷയാണ്. पर हम सबको परमेश्वर ने एक कॉमन भाषा दिया है, वो है अन्य भाषा। അതിങ്ങനെ കളപടാന്ന് പറയാൻ അതിന്റെ വ്യാഖ്യാനം നമുക്ക് അറിഞ്ഞുകൂടാ. उसको जो बस हम बोल पाते हैं उसका अर्थ हम नहीं समझते। ഹല്ലേലൂയ. हालेलुया। അപ്പൊ ഈ 5-ാം അധ്യായം ശരിക്കും പറഞ്ഞാൽ മരിച്ചവരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. अगर 5वां अध्याय को हम पूरा तरह से पढ़ते हैं उसमें पूरे मृत्यु के लोगों के बारे में लिखा है। 5-ാം അധ്യായം 5-ാം വാക്യം. 5वां अध्याय का 5वां वाक्य। 5-ാം അധ്യായം 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 5. आदमको जन्म उमेर 930 वर्ष भएको थियो अनि तिनी मरे। ഹല്ലേലൂയ. ആദാം ആയുഷ്കാലമാകെ 939 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. और आदम का कुल अवस्था 930 वर्ष की हुई, तत्पश्चात वो मर गया। 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 5वां अध्याय का 8वां वाक्य। ശേത്തിന്റെ ആയുഷ്കാലം 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. और शेत की कुल अवस्था 912 वर्ष की हुई, तत्पश्चात वो मर गया। 11-ാമത്തെ വാക്യം. 11 अध्याय। ഏനോശിന്റെ ആയുഷ്കാലമാകെ 925 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. और एनोश की कुल अवस्था 905 वर्ष की हुई, तत्पश्चात वो मर गया। 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ
14ാമത്തെ വാക്യത്തിൽ और 14 वाक्य, കേനാന്റെ ആയുഷ്കാലം 929 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. और केनेन की कुल अवस्था 910 वर्ष की हुई, तत्पश्चात वो मर गया. 17ാമത്തെ വാക്യത്തിൽ മഹലേലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. और महलेल की कुल अवस्था 895 वर्ष की हुई, तत्पश्चात वो मर गया. 20ാമത്തെ വാക്യത്തിൽ യാരെദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. और यारेद की कुल अवस्था 962 वर्ष की हुई, तत्पश्चात वो मर गया. ഇനി 27ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ और जब हम 27वें वाक्य पे आते हैं, മെഥുശലേഖിന്റെ ആയുഷ്കാലം 969 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. और मथुशलेख की कुल अवस्था 969 वर्ष की हुई, तत्पश्चात वो मर गया. പിന്നെ 31ാമത്തെ വാക്യത്തില് 31 में जब हम ലാമേഷിന്റെ ആയുഷ്കാലം 717 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. और लामेश की कुल अवस्था 777 वर्ष की हुई, तत्पश्चात वो मर गया. അപ്പൊ 5ാം അധ്യായത്തിൽ എത്ര പേര് മരിക്കുന്നുണ്ട്? तो 5वें अध्याय में कितने लोग के बारे में हम पढ़े कि वो मृत्यु में सो गए? ഒന്ന് നോക്കി പറഞ്ഞു, എത്ര പേര് एक മരിക്കുന്നുണ്ട്? बार अपने बाइबलों को देखेंगे और एक बार दिन के बाद कितने लोग मरे. എത്ര പേര് മരിക്കുന്നുണ്ട്? എത്ര പേരുടെ മരണം വിവരം എഴുതിയിട്ടുണ്ട്? എത്ര പേര് മരിക്കുന്നുണ്ട് 5ാം അധ്യായത്തിൽ? कितने लोगों के बारे में अभी हमने पढ़ा कि कितने लोग मारे गए. 5ന്റെ 5 1, 5ന്റെ 8 2, 5ന്റെ 11 3, 5ന്റെ 14 4, 5ന്റെ 17 5, 5ന്റെ 20 6, 5ന്റെ 27 8, 5ന്റെ 31 9. എത്ര പേര് മരിക്കുന്നുണ്ട്? 8 പേര്. ഹല്ലേലൂയ. 8 പേരുടെ മരണ വിവരങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് 5ാം അധ്യായം. अगर हम एक बाय एक अगर पढ़ते हैं तो वहाँ पे हम देखते हैं कि कुल 8 लोगों के मृत्यु के बारे में उस अध्याय में वर्णन किया गया है. കരം ഉയർത്തി സ്തോത്രം പറയാവോ? परमेश्वर के नाम की महिमा हो. अपने हाथों को उठा के एक जोर से हालेलुया बोलेंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അധികം പാസ്റ്റർമാരും അധികം ബന്ധക്കോസുകാരും ഈ 5ാം അധ്യായം വായിക്കത്തില്ല. मैंने बहुत बार देखा है कि बहुत से पास्टर और बहुत से विश्वासी लोग इस 5वें अध्याय के बारे में ज्यादा पढ़ते नहीं है. കാരണം പ്രശ്നം പറഞ്ഞുതരാം. मैं इसका कारण बताता हूँ. പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു ഇങ്ങനെ അങ്ങോട്ട് എഴുതിയിരിക്കുന്നു. उसमें पूरा ऐसा लिखा है, तत्पश्चात वो मर गया, तत्पश्चात वो मर गया, तत्पश्चात वो मर गया. പക്ഷെ 8 പേര് മരിക്കുന്നതിന്റെ ഇടയിൽ पर वो 8 लोग मरने के बीच में ഒരുത്തരം മാത്രം മരണത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല. उसमें से एक को परमेश्वर ने मृत्यु के हवाले नहीं किया. അതാരെന്നറിയാമോ? वो कौन है बताएंगे? ജീവിതം ദൈവത്തോടു കൂടെ സമർപ്പിച്ചവനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. जिस इंसान ने अपने जीवन को परमेश्वर के हवाले दे दिया, उस इंसान को परमेश्वर ने मृत्यु के हवाले नहीं किया. അങ്ങനെയെങ്കിൽ അനേകര് ആത്മീയമായി മരിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ ദൈവം നിന്നെ ആത്മീയ ജീവനോടെ നിർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുക. और उसके कारण परमेश्वर, आज जितने बहुत से लोग परमेश्वर में सो भी गए हैं, पिछले बार आपने सुना भी है कि कितने लोग परमेश्वर में सो रहे हैं, पर उसके बीच में भी आपको परमेश्वर यहाँ पे उपस्थित किया है. उसके लिए हम परमेश्वर का धन्यवाद करेंगे. ഹല്ലേലൂയ. हालेलुया. അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. इसलिए हमारे जीवन में एक നമ്മളെ ദൈവം ആത്മീയ ജീവനോടെ നിർത്തിയിരിക്കുന്നത് हमारे को परमेश्वर ने यहाँ पे जीवित दिया है. ആത്മീയമായി മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. परमेश्वर में सोए हुए लोगों को उठाए जाने के लिए हमें यहाँ पे जीवन दिया है. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. जोर से परमेश्वर के नाम की महिमा के लिए हालेलुया बोलेंगे. ഹല്ലേലൂയ, हालेलुया. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ കർത്താവിനെ. അപ്പോ സ്വന്തം ദൈവത്തോട് കൂടെ വിശ്വാസത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവനെ മരണം തൊടുകയില്ല. परमेश्वर पे विश्वास रख के और परमेश्वर के साथ साथ चलने से परमेश्वर हमको मृत्यु के हवाले नहीं करता. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, उससे एक बात हमको पता चलता है, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലിന് മരണഭയം ഉണ്ടാകാൻ പാടില്ല. जब हम परमेश्वर में विश्वास में आए और परमेश्वर में डूब के जब बपतिस्मा लिए, वो सारे विश्वासियों को मृत्यु का डर नहीं होना चाहिए अपने जीवन में. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. हमारा जीवन यीशु पे समर्पित है. ഹല്ലേലൂയ. हालेलुया. അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച ഹാനോക്ക് മരണം കണ്ടില്ല, ദൈവം അവരെ എടുത്തുകൊണ്ടുപോയി. इसलिए परमेश्वर में विश्वास पाया गया हानोक मृत्यु को नहीं देखा, परमेश्वर ने उसे उठा लिया. ഹല്ലേലൂയ. हालेलुया. എബ്രായലേഖനം 11-ാം അധ്യായം
अब हम इब्रानियों के पत्र 11वां अध्याय അതിന്റെ 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. उसका 8वां पद को पढ़ेंगे। എബ്രായ ലേഖനം 11:8. എബ്രായ ലേഖനം 11-ാം അധ്യായം 8ാമത്തെ വാക്യം. എബ്രായർ 11:8 വായിച്ചാട്ടെ. अगर कोई भी खोल दिए हैं तो परमेश्वर में जोर से पढ़ सकते हैं। विश्वासद्वारा अब्राहमले आज्ञा पालन गरे र जाऊ भनेर ठाउँतिर गए जुन ठाउँ उत्तराधिकारको रूपमा उनले पछि पाउने थिए, यद्यपि उनी कतातिर गइरहेका थिए त्यो उनलाई थाहा थिएन। ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അബ്രഹാമിന് ദൈവവിശ്വാസം ഉണ്ടായി. अब्राहम को एक परमेश्वर पे एक विश्वास हुआ। 75 വയസ്സ് വരെ വിഗ്രഹത്തെ വിശ്വസിച്ച അബ്രഹാം 75ാമത്തെ വയസ്സ് മുതൽ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. 70 साल तक जो अपने जीवन को चलाने के बाद उसने परमेश्वर पे विश्वास करके अपने रास्ते को बदला। 75 वयസ്സ് വരെ കാണാത്ത അത്ഭുതങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചവന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. जब अब्राहम परमेश्वर में आया तो उसके जीवन में बहुत से काम अलग अलग उसके जीवन में परमेश्वर ने किया। हालेलुയ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, क्योंकि परमेश्वर का वचन कहता है അബ്രഹാമിന്റെ വിശ്വാസം ആഴമുള്ള വിശ്വാസമായിരുന്നു. अब्राहम का विश्वास एक गहराई वाला विश्वास था। हालेलुയ. हालेलुया. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നു. इसलिए आज भी हम अब्राहम को विश्वास का पिता कहते हैं। അബ്രഹാം ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയത് जब अब्राहम परमेश्वर में विश्वास करना शुरू किया 75ാമത്തെ വയസ്സ് മുതലാണ്. जब वो 70 साल का था, അപ്പോൾ ശരിക്കും ഒരു മനുഷ്യന്റെ നല്ല കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. तब एक कोई भी नॉर्मल इंसान का तब एक जीवन समाप्त होने का एक समय है। ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കുറച്ചുകൂടെ നേരത്തെ ദൈവത്തെ അറിയേണ്ടതായിരുന്നു. कुछ लोग ऐसे भी अपने जीवन में कहते हैं कि मुझे थोड़ा और पहले परमेश्वर के बारे में जानना എന്റെ था। നല്ല കാലം മുഴുവൻ ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചു കളഞ്ഞു. मेरा अच्छा आयु का समय में अन्य देवी देवताओं को आराधना करता रह गया। ദൈവത്തിന്റെ സമയത്താണ് നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. परमेश्वर के समय पे आप बुलाए गए हैं। നിന്റെ ഒരു സമയവും നഷ്ടപ്പെട്ടിട്ടില്ല. आपका कोई भी समय नष्ट नहीं हुआ है। 25ാമത്തെ വയസ്സിൽ വിശ്വസിക്കുന്നവന്റെ മേലും 80ാമത്തെ വയസ്സിൽ വിശ്വസിക്കുന്നവന്റെ മേലും ദൈവം ഒരുപോലെ പ്രവർത്തിക്കുന്നവനാണ്. जो 25 साल का हुआ है, जो वो विश्वास में आया है, या जो 80 साल का है जो विश्वास में आया है, दोनों के जीवन में परमेश्वर एक जैसा ही काम करता है। കാരണം ദൈവം പ്രായം നോക്കി വിടുവിക്കുന്നവനല്ല. क्योंकि परमेश्वर उम्र को देख के विश्वास काम नहीं करता। ദൈവ സ്റ്റാറ്റസ് നോക്കി വിടുവിക്കുന്നവനല്ല. परमेश्वर आपका स्थिति को स्तर को देख कर काम नहीं करता। അവനെ ആര് വിശ്വസിക്കുന്നോ ആ വ്യക്തിയിൽ അവൻ അത്ഭുതമായി വെളിപ്പെടുകയാണ്. जो भी परमेश्वर पे विश्वास करता है उसके जीवन में वो काम करता है। പുരുഷനൊക്കെ നല്ല സാഹചര്യമില്ലായിരിക്കാം, हो सकता है आपका एक अच्छा अवस्था ना हो, നിനക്ക് ജീവിക്കാനുള്ള നല്ല സാമ്പത്തികമില്ലായിരിക്കാം, आपके पास अच्छा संसारिक तौर से कोई अच्छा अवस्था ना നിന്റെ हो, ജീവിതം ചിലപ്പോൾ കഷ്ടതയായിരിക്കാം. हो सकता है आपके जीवन में बहुत सारे संकट हो। നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ पर जब आप परमेश्वर पे विश्वास करोगे നിന്റെ ജീവിതത്തെ അത്ഭുതകരമായി മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. तो परमेश्वर आपके जीवन में कार्य करने के लिए सक्षम है। അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. तो अब्राहम ने परमेश्वर पे विश्वास किया। അബ്രഹാമിന്റെ വിശ്വാസം തൊട്ടിട്ടുവിടാം. मैं अब्राहम का विश्वास के बारे में एक छोटा सा बात पढ़ूंगा। റോമാലേഖനം 4-ാം അധ്യായം. റോമാലേഖനം 4-ാം അധ്യായം रोमियो की पत्री उसका 14 अध्याय അതിന്റെ 20ാമത്തെ വാക്യം വായിച്ചാട്ടെ. റോമർ 4:20. रोमियो की पत्री 4 अध्याय उसका 20वां वाक्य। റോമാലേഖനം 4:20. യെസ്, ആരെങ്കിലും വായിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വസിക്കാതെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. മതി, വായിച്ചേക്കാം. और न अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास के दृढ़ होकर परमेश्वर की महिमा की। ഹല്ലേലൂയ. हालेलुया। അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് ശക്തിപ്പെട്ടു. अब्राहम ने परमेश्वर पे विश्वास करके शक्ति पाया। അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, अब्राहम ने परमेश्वर पर केवल विश्वास नहीं किया, ആ വിശ്വാസത്തിനകത്തൊരു പവർ ഉണ്ടായിരുന്നു. उस विश्वास के अंदर एक महिमा थी।
ചിലർ വിശ്വസിക്കുന്നുണ്ട്, कुछ लोग विश्वास करते हैं പക്ഷേ വിശ്വാസത്തിന് ശക്തിയില്ല. पर उनके विश्वास में कोई सामर्थ्य नहीं है। നമുക്ക് വിശ്വാസം മാത്രം പോരാ, हमको अपने जीवन में विश्वास केवल नहीं, അതിനകത്തൊരു ശക്തി ഉണ്ടായിരിക്കും. उसके अंदर एक सामर्थ्य भी चाहिए। അതുകൊണ്ടാണ് ചിലർ ബലഹീനപ്പെട്ടു പോകുന്നത്. इसलिए कई लोग अपने जीवन में एक अलग तरीके से संकट में पाए जाते നമ്മുടെ हैं। വിശ്വാസത്തിന് വേണം, तो हमारे विश्वास में क्या चाहिए? ഒരു ശക്തി വേണം. एक सामर्थ्य चाहिए। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്ന ഒരുവനെ തകർക്കാൻ ഒരു മന്ത്രവാദത്തിനോ രോഗത്തിനോ ലോകത്തിനോ ഒരു ശക്തിക്ക് കഴിയത്തില്ല. तो जो लोग विश्वास में सामर्थ्य पाए जाते हैं उनको ना ही कोई बंधन, ना ही कोई रोग, ना ही कुछ उसके ऊपर प्रबल ना हो पाएगा। നമ്മുടെ വിശ്വാസം മാത്രം പോരാ, അതിനകത്തൊരു ശക്തി കൂടെ വേണം. तो हमारा विश्वास केवल नहीं पर उस पे एक सामर्थ्य भी पाया जाना चाहिए। തീത്തോസ് ലേഖനം, तीतोस की पत्र निकालेंगे, അതിന്റെ 1-ാം അധ്യായം 13-ാമത് വാക്യം. उसका पहला अध्याय उसका 13वां वाक्य। തീത്തോസ് 1:13. तीतोस 13 का 1। ആ വായിച്ചു. തീത്തോസ് 1:13. യാ. यह गवाही सच है, इसलिए उन्हें कड़ाई से चेतावनी दिया कर कि वे विश्वास के पक्के हो जाएं। ഹല്ലേലൂയ. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, उस पे ऐसा लिखा है, ഈ സാക്ഷ്യം നേർ തന്നെ, यह गवाही सच है, അത് നിമിത്തം इसलिए उन्हें അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുന്നിരിക്കുന്നു. कड़ाई से चेतावनी दिया कर। ആരോഗ്യം എന്ന് പറഞ്ഞാൽ चेतावनी का मतलब ഒരു ശക്തിയാണ്, ഒരു ശക്തിയാണത്. एक शक्ति है, അതൊരു ബലമാണ്. एक बल है। ഹല്ലേലൂയ. हालेलुया। വിശ്വാസത്തിനകത്ത് ഒരു ആരോഗ്യം ഉണ്ടായിരിക്കണം. विश्वास के अंदर एक बल होना चाहिए। അബ്രഹാം ബലഹീനനാണ്, അബ്രഹാമിന്റെ വിശ്വാസം പവർഫുൾ ആണ്. अब्राहम भले ही ताकतवर नहीं होगा पर उसका विश्वास एक स्थिर विश्वास है। കാരണം അബ്രഹാമിന്റെ വയസ്സ് വന്നിട്ട് 75 ആണ്. क्योंकि अब्राहम अभी अगर हम उम्र में देखें तो बहुत काफी बूढ़ा हो चुका है, അതുകൊണ്ട് അബ്രഹാം ബലഹീനനാണ്. इसलिए वो अभी शारीरिक तौर से बलहीन है। അത് ആ ബലഹീനത എന്താണെന്ന് അറിയണമെങ്കിൽ अगर हम वो बलहीनता को जानना चाहते അബ്രഹാം हैं, എവിടെ പോയാലും ഒരു 300 അഭ്യാസികൾ കൂടെ കാണും. अब्राहम जहाँ पे भी जाता है अपने साथ बहुत से सेवकों को लेके जाता है, കാരണം എവിടുന്ന് പണിയിട്ടെന്ന് അറിയത്തില്ല. क्योंकि पता नहीं कहीं से भी शत्रु हमला कर सकता എവിടെ है। പോയാലും 300 അഭ്യാസികൾ കാണും. इसलिए अब्राहम जहाँ भी जाता है अपने साथ अपने सेवकों को लेके जाता है। ഹല്ലേലൂയ. हालेलुया। പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ और जब अब्राहम परमेश्वर पे विश्वास किया, ശരീരത്തിൽ ബലഹീനതയുണ്ട്, अब्राहम के शरीर में भले ही बलहीनता പക്ഷെ हो, അബ്രഹാമിന്റെ വിശ്വാസം ബലമുള്ളതാണ്. पर उसकी विश्वास में एक सामर्थ था। ചിലപ്പോൾ നിനക്ക് കടഭാരം ഉണ്ടായിരിക്കാം, हो सकता है आप पे एक धन की वो हो, നിനക്ക് രോഗം ഉണ്ടായിരിക്കാം, आपके जीवन में हो सकता है एक रोग हो, നിനക്ക് ക്ഷീണം ഉണ്ടായിരിക്കാം. हो सकता है आपकी अवस्था अच्छी ना हो, പക്ഷെ നിന്റെ വിശ്വാസം पर ബലമുള്ളതായിരിക്കണം. अगर आपकी विश्वास पे एक अवस्था अच्छी है ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. तो जोर से हालेलुया बोलेंगे। ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैं एक और वचन को पढ़ के मैं प्रार्थना करना चाहता हूँ। 4:20 വാക്യത്തിലേക്ക് വരിക. रोमियो की पत्री 14 अध्याय റോമർ 4:20. उसका 20वां वाक्य। അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് വിശ്വാസത്തിൽ അബ്രഹാം ശക്തിപ്പെട്ടു. और ना अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा की। അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, वहाँ ऐसा लिखा गया है, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ശക്തി ഉണ്ടായിരുന്നു. वो अब्राहम का विश्वास में एक सामर्थ था। എന്താണ് ആ ശക്തി? क्या है वो सामर्थ? 21 വാക്യം. अगर 21वां पढ़ को पढ़ते റോമർ हैं, 4:21. യെസ്. और निश्चय ज्ञान कि जिस बात की उसने प्रतिज्ञा की है वह उसे पूरी करने की भी सामर्थ्य है। ഹല്ലേലൂയ. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. हाँ, अपने हाथों को उठा के एक हालेलुया बोलेंगे। വിശ്വാസത്തിൽ ശക്തി ഉണ്ടായിരുന്നു. अब्राहम का विश्वास में एक सामर्थ था। എന്താണ് ആ ശക്തി? क्या था वो सामर्थ? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചിരുന്നു. कि जिस बात की उसने प्रतिज्ञा की है वह उसे पूरा करने की सामर्थ्य है, इस बात पे वो एक दृढ़ था उसको। അബ്രഹാം ബലഹീനനാണ്, अब्राहम भले ही शरीर में बलहीन പക്ഷെ हो, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തവൻ ശക്തനാണ്. और उसको जिसने वाचा दिया है वो परमेश्वर एक सामर्थ्य परमेश्वर है। നമ്മളെ ഡൗൺ ആക്കാൻ പിശാചിന് കഴിയും, हमको हो सकता है शैतान हमको नीचा गिराए, നമ്മളെ ക്ഷീണിപ്പിക്കാൻ കഴിയും. हो सकता है हमारी शरीरों को शैतान नीचे പക്ഷെ गिराए, നമ്മൾ വിശ്വസിച്ച ദൈവ സർവശക്തനാണ്. पर हमने
जिस परमेश्वर पे विश्वास किया है वो परमेश्वर सामर्थी परमेश्वर है। ആ ദൈവത്തെ ക്ഷീണിപ്പിക്കാൻ उस കഴിയത്തില്ല, परमेश्वर को कोई भी नीचे नहीं ले ആ सकता, ദൈവത്തെ ബലഹീനപ്പെടുത്താൻ उस കഴിയത്തില്ല. परमेश्वर को कोई बलहीन नहीं कर सकता। അതുകൊണ്ട് നീ വിശ്വസിക്കണം. इसलिए आपको विश्वास करना നിങ്ങളോട് है। വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. आप लोगों से जो भी परमेश्वर ने वाचा किया है उसको पूरा करने के लिए वो परमेश्वर सामर्थी परमेश्वर है। അപ്പൊ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, तो अब्राहम ऐसा कहता है, ഞാൻ വിശ്വസിച്ച ദൈവം ശക്തനാണ്. मैं जिस परमेश्वर पे विश्वास किया हूँ वो एक सामर्थी परमेश्वर है। അബ്രഹാം ദൈവത്തിൽ കണ്ട ശക്തി എന്താണ്? अब्राहम ने क्या शक्ति परमेश्वर पे देखा? ദൈവം ശക്തനാണെന്ന് അബ്രഹാം പറയുന്നുണ്ടല്ലോ, अब्राहम ऐसा कहता है कि परमेश्वर सामर्थी है। ആ ശക്തി എന്താണ്? वो शक्ति क्या है? റോമാലേഖനം 4-ാം അധ്യായം रोमियो की पत्री उसका 4वां अध्याय 17-ാമത്തെ വാക്യം. उसका 17वां वाक्य, റോമർ 4:17. जैसा लिखा है कि मैंने तुझे बहुत सी जातियों का पिता ठहराया है और उस परमेश्वर ने समय जिस पर उसने विश्वास किया और जो मेरे हुए को जिलाता है और जो बातों ही नहीं उनका नाम ऐसा लेता है कि मानो वो है। ഹല്ലേലൂയ. हालेलुया। ഉയർത്തി സ്വന്തം പറഞ്ഞാട്ടെ. अपने हाथों को उठा के एक हालेलुया बोलेंगे, നല്ല ശബ്ദം ഉയർത്തി സ്വന്തം अपने ചെയ്തോട്ടെ. आवाजों को उठा के जोर से हालेलुया बोले, हालेलुया। ആത്മസന്തോഷത്തോടെ സ്വന്തം ചെയ്തോട്ടെ. आत्मा में भरकर हम परमेश्वर की हालेलुया कहें। ദൈവം ശക്തനാണെന്ന് അബ്രഹാം തിരിച്ചറിയുന്നത് जब परमेश्वर अब्राहम ने उस समय ये पहचाना कि परमेश्वर सामर्थ्य है, രണ്ട് വെളിപ്പാടാണ്. उसको दो चीजें दिखी। ഒന്നാമത്തെ വെളിപ്പാട്, पहला चीज, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. मुर्दों में से जी उठाने वाले परमेश्वर की मैं आराधना करता हूँ। മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. मुर्दों को जी उठाने वाला परमेश्वर की मैं जिंदा परमेश्वर की आराधना करता രണ്ടാമത്തെ हूँ। വെളിപ്പാട്, दूसरा चीज, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. जो है भी नहीं उसको जैसा है वैसे ही बुलाने वाला परमेश्वर की मैं ഈ आराधना രണ്ട് करता हूँ। വെളിപ്പാടാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത്. ये दोनों चीज को देख के अब्राहम ने परमेश्वर पे अपना विश्वास को, ഒന്ന്, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. पहला चीज वो मुर्दों को जीवित करता है। ഈ വെളിപ്പാട് കിട്ടിയത് കൊണ്ടാണ് തന്റെ മകനെ യാഗമാക്കാൻ അബ്രഹാം മോറിയ മലയിൽ കൊണ്ടുപോയത്. ये दूध को पाने के बाद इस अब्राहम ने अपने बेटे को मोरिया पर्वत के ऊपर ले गया। എന്നാൽ അബ്രഹാം ഒരു കാര്യം പറയാം, पर अब्राहम को एक चीज पता അഥവാ है, എന്റെ മകൻ ഇസഹാക്കിനെ യാഗമാക്കിയാലും भले ही मेरे बेटे इसहाक की बलि चढ़ाई दी जाए, ആ മകനെ അതുപോലെ തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ पर उस बेटे को ആരാധിക്കുന്നത്. उसी प्रकार से मेरे जीवन में वापस लाने वाला सामर्थ्य परमेश्वर है। അങ്ങനെയെങ്കിൽ പിശാച് നിന്റെ ലൈഫിൽ നിന്നും തട്ടിപ്പറിച്ച അനുഗ്രഹങ്ങളെ, ഉയർച്ചകളെ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് മടക്കി തരാൻ ദൈവം മതിയായവനാണ്. तो ऐसा है तो हमारे जीवन में जितने भी अनुग्रह को शैतान अगर हमारे से छीन लिया गया है वो सबको वापस परमेश्वर हमारे जीवन में वापस ले आएगा। എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? कितने लोग इस बात पे विश्वास रखते हैं? നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. आपका समय खत्म नहीं हुआ है। ഒരുപക്ഷെ നിന്റെ ഏജ് ഓവർ ആയി കാണും. हो सकता है आप अपने उम्र में बड़े हो गए होंगे, നിന്റെ ആരോഗ്യം हो നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. सकता है आप अपने शरीर की सामर्थ्य में आप कमजोर होंगे, പണ്ടത്തെപ്പോലുള്ള ആരോഗ്യം നിനക്കില്ല. हो सकता है आपके शरीर पहले जैसा काम ना करता പക്ഷെ നീ हो, ഒരു കാര്യം വിശ്വസിക്കണം, पर आप एक चीज पे विश्वास करें, ദൈവം സർവശക്തനാണ്. हमारा परमेश्वर सबसे सामर्थ्य परमेश्वर ഈ है। ബലഹീനതയിലും അവൻ അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്. आपकी इस बलहीन अवस्था में भी परमेश्वर एक सामर्थ्य काम करेगा। ഈ അവസ്ഥയിൽ ദൈവം അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. आपकी इस बलहीन अवस्था में भी परमेश्वर आपके जीवन में कार्य करने के लिए समक्ष है। അതുകൊണ്ട് ഒരിക്കലും ഈ ദൈവത്തെ തള്ളിപ്പറയരുത്. इसलिए इस जीवते परमेश्वर को कभी भी आप अपना ना करें। അങ്ങനെയെങ്കിൽ നീ ആരെ വിശ്വസിക്കണം? इसलिए आप किस पे विश्वास करना ആരെ चाहिए? വിശ്വസിക്കണം? किस पे विश्वास करेंगे? യേശുവിനെ വിശ്വസിക്കണം. हमारे जीवित परमेश्वर यीशु पे യേശുവിനെ विश्वास करेंगे। വിശ്വസിക്കണം. यीशु पे विश्वास करेंगे, അനേക അത്ഭുതങ്ങൾ നീ കാണും. वो आपके जीवन में बहुत सी अद्भुत बातों को അനേക दिखाएगा, വിടുതലുകൾ നീ वो കാണും. आपके जीवन में बहुत सी चमत्कारों को दिखाएगा। നീ ദൈവത്തെ മുറുകെ പിടിക്കുക. जब यीशु पे कस के पकड़ोगे, യേശുവിനെ വിശ്വസിക്കുക. जब आप यीशु पे विश्वास करोगे, അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ भले आखिरी जब समय आएगा നിനക്കൊരു അനുഗ്രഹം കാണാൻ കഴിയും. आपके जीवन में एक अनुग्रह को आप देखना നിനക്കൊരു पाओगे, നന്മ കാണാൻ കഴിയും. आप एक अपने जीवन में एक छुटकारा को देखने पाओगे। ദൈവ ദൈവമക്കളെ കണ്ണുകളുടെ ചാട്ടെ. सारे विश्वासी लोग अपने आंखों को ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് ദൈവസന്നിധിയിൽ सारे लोग यहाँ पे अपने आप खड़े നമ്മൾ होंगे। ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हम एक छोटी सी दुआ परमेश्वर के सामने करने जा रहे हैं।
എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധിയിൽ. सारे लोग अपने आंखों को झुकाएंगे. നീ ദൈവത്തിൽ വിശ്വസിക്കുക. हम परमेश्वर की ओर विश्वास में നീ आएंगे, മനുഷ്യനെ വിശ്വസിക്കരുത്. ना कि कोई मनुष्य पे विश्वास നീ रखें. മനുഷ്യനെ വിശ്വസിക്കരുത്. कभी भी हमको अपना विश्वास നീ कोई मनुष्य पे ലോകത്തെ नहीं रखना है. വിശ്വസിക്കരുത്. इस संसार पे ना ही विश्वास നീ रखना है. ലോകത്തിലുള്ളതിനെ വിശ്വസിക്കരുത്. इस संसार में जितनी भी चीजें पाई जाती है उन ഇന്ന് पे नहीं രാത്രി विश्वास ഇന്ന് രാത്രി നീ रखेंगे. ദൈവത്തോട് പറ. और इस रात को हम अपने हृदय से परमेश्वर को कहेंगे. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ जब हम अपना विश्वास परमेश्वर पे लाते അത് हैं, നീതിയായ ദൈവം കണക്കിടും. वो परमेश्वर उसको एक गिनती में लेके आता है. എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? कितने लोग आज इसकी रात को परमेश्वर पे विश्वास करते എത്ര हैं? പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? कितने लोग परमेश्वर पे विश्वास करते हैं? നീ പറയണ എന്റെ നായകൻ യേശുവാണ്. आपको अपने मुंह से बोलना है कि मेरा उद्धार करना എന്റെ परमेश्वर है. വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. मेरा विश्वास का सृजनहार परमेश्वर यीशु है. എന്റെ ഫെയ്ത്തിന്റെ ലീഡർ യേശുവാണ്. मेरा विश्वास का सृजनहार यीशु है. ആ യേശു നിനക്ക് അത്ഭുതമാണ്. वो यीशु मेरे जीवन में ആ छुटकारा യേശു है. നിനക്ക് അനുഗ്രഹമാണ്. वो यीशु मेरे जीवन में एक अनुग्रह है. ആ യേശു നിനക്ക് വാഗ്ദത്തമാണ്. वो यीशु मेरे जीवन में एक नई वाचा ആ है. യേശു നിനക്ക് ബ്ലെസ്സിംഗ് ആണ്. वो यीशु मेरे जीवन के लिए एक आशीष है. ആ യേശു നിനക്ക് അഭിഷേകമാണ്. वो यीशु मेरे जीवन के लिए एक नया अभिषेक है. ആ യേശു നിന്റെ തലമുറ ഉയർത്തും. वो यीशु आपके बच्चों को उठाएगा. ആ യേശു നിന്റെ കുടുംബത്തെ മാനിക്കും. वो यीशु आपके परिवार की स्थिति को बदलेगा. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. अपने दोनों हाथों को हम पर ഒന്ന് स्वर्ग की കരങ്ങൾ ओर उठाएंगे. ഉയർത്തിപ്പിടിച്ചാട്ടെ. दोनों हाथों को हम स्वर्ग की ओर രണ്ട് കരങ്ങൾ उठाएंगे. ഉയർത്തിപ്പിടിച്ചാട്ടെ. दोनों हाथों को स्वर्ग की ओर उठाते हुए എന്നിട്ട് നീ പറയണം, और हमको अपने എന്റെ മരണം വരെയും എന്റെ മരണം വരെയും मेरे मृत्यु की अवस्था तक ഞാൻ യേശുവിനെ മാത്രം വിശ്വസിക്കും. मैं सिर्फ यीशु पर ही विश्वास रखूंगा. ആ യേശു എനിക്ക് അനുഗ്രഹമാണ്. वो यीशु मेरे जीवन के लिए 2024 യേശു നിനക്ക് വാതിലായി മാറുകയാണ്. 2024 आपके लिए यीशु एक नई दरवाजों की ओर बढ़ाता है. हालेलुया. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. एक वाज को कह के हम परमेश्वर पे प्रार्थना करेंगे. ഞങ്ങളുടെ നല്ല കർത്താവേ, हमारे प्यारे परमेश्वर, നല്ല രാത്രിക്കായി സ്തോത്രം इस ചെയ്യുന്നു. अच्छे इस रात्रि के समय के लिए हम ഞങ്ങളോട് धन्यवाद देते കൂടെ हैं. ദൈവമുള്ളവരായി സ്തോത്രം ചെയ്യുന്നു. हमारे साथ आपकी उपस्थिति पाई जाती है उसके लिए धन्यवाद. ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ച പോലെ, जब हानोक परमेश्वर आप पे विश्वास किया, ഏബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച जब പോലെ अब्राहम ने आप पे विश्वास किया, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. हमारे विश्वास को भी आप बढ़ाना परमेश्वर. യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. यीशु पे उस विश्वास को बढ़ाना. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. यहाँ पे जितने लोग पाए जाते हैं उन सबको പിതാവിന്റെയും आशीषित करता പുത്രന്റെയും हूं. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र परमेश्वर के नाम पे इन